എവിടുന്നായിട്ടാ വിളിച്ചേ? ആ, അതെൻ്റെ വീട്ടിൽ നിന്നാടാ. ഓ, സാധാരണ നിങ്ങളെ ഫോണിക്കാണല്ലോ വിളിക്കാറ്, ഇപ്പം എൻ്റെ ഫോണിക്ക് വിളിച്ച്. ആ, അത് പിന്നെ ഞാൻ എൻ്റെ ഫോണ് കുത്തിച്ചേക്കായിരുന്നു ഫോണ്. അപ്പം എൻ്റെ ഫോൺ ഞാൻ കുത്തിക്കുമ്പോൾ സൈലൻറ്റ് ചെയ്ത് വയ്ക്കാറുണ്ടേ, അതാണ്. അപ്പം എൻ്റെ ഫോണിക്ക് വിളിച്ചപ്പോൾ ഞാൻ കേട്ടില്ല, അതാണ് എൻ്റെ ഫോണിക്ക് വിളിച്ച്. പയ്യ മെല്ലെ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. ഓക്കെ. അത് ആരാ വിളിച്ച്? എന്തെങ്കിലും സീനുണ്ടോ? എന്ത് സീൻ? അതാണ് വീട്ടിൽ വിളിച്ചതാ. പിന്നെ വിളിച്ചത് എൻ്റെ കേട്ടോ രാഹുല്. എന്തോന്ന്? ആരാ വിളിച്ചെന്നാ പറഞ്ഞേ? അയ്യോ, അതിൻ്റെ ചേച്ചിയുടെ മോളുടെ കയ്യിൽ നിന്ന് പോയതോ. അപ്പം നീ എന്താ നോക്കറിയണേ? എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വിളിച്ച്, അപ്പം ഞാൻ പോയി കുളിച്ചിട്ടായോ. ഇവന്തിനങ്ങനെ കിടന്ന് പരിങ്ങളെ? ആരാണ് ശരിക്കും വിളിച്ചിട്ടുണ്ടാവാ? എൻ്റെ ഫോണിൽ എനിക്ക് നോക്കാരോ? ഞാൻ നോക്കട്ടെ. ഏതോ നമ്പറാണല്ലോ. ട്രൂ കോളർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത് രാഹുല് ഇങ്ങനെ എൻ്റെ ഫോണിക്ക് വിളിച്ച്. ഓഹോ, അപ്പോൾ എൻ്റെ വീട്ടുകാരിലൊരാൾ ഇയാളായിരുന്നു അല്ലേ? അവൻ വരട്ടെ, എന്തായാലും ഇങ്ങനെ കിട്ടിയ പണി കൊടുക്കാം, തിരിച്ച് വിളിക്കാം. ഹലോ, എന്നോട് വിളിച്ച് എന്നാ കാണാന്ന് പറയാനാണോ? ഇന്നോ നാളെ കാണാൻ പറ്റുമോ? കാണാനാ? ആരെ കാണാൻ? എപ്പോ കാണാൻ? എന്തിനു കാണാൻ? എവിടെ കാണാൻ? ഈശ്വര, നമ്പർ മാറിയോ? ഇല്ലല്ലോ, അത് ഞാനല്ലോ. എന്താ കൊച്ചെ, ഒരുമാതിരി ഈ പട്ടത്തിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത് കേട്ടോ. നമ്മളിനി കുറച്ച് മുന്നേ വിളിച്ച് വെച്ചത് കാണാമെന്നും പറഞ്ഞിട്ട്. എന്തായാലും നാളെ രാവിലെ കാണാം. ഞാൻ ഇനി രാവിലെ വിളിക്കാം. ഇപ്പം എന്തായാലും ഞാനൊന്ന് പോയി കിടക്കട്ടെ. നിഹാല് വന്നിട്ടുണ്ട്, അപ്പം ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. മോളെ സമയം കിടന്നുറങ്ങ്. നാളെ എണീക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അപ്പോൾ ശരി, നാളെ ഞാൻ വിളിക്കാം. നീ വന്നാൽ മതി. എനിക്ക് കുറേ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പിന്നെ കീർത്തി, ഇക്കാര്യം അനഞ്ഞറിയണ്ട. കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പം എന്തായാലും അവൾ പറയണ്ട. പിന്നെ അവൾ അറിയാണ്ടിരിക്കാനും പിന്നെ അവൾക്ക് ഡൗട്ടൊന്നും തോന്നാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നീ നിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി, ഈ നമ്പറേക്ക്. ഓക്കെ, അപ്പോൾ ശരി. ഞാൻ തീരെ അറിഞ്ഞില്ല. ഇതനഞ്ഞോടോ പറയണേ? നീ കാട്ടുമാക്കാൻ വല്ല ബോധമുണ്ടോ? അപ്പം ശരി ചേട്ടാ. ജിമിനേട്ടനും രാഹുലും തമ്മിൽ എന്താവും ബന്ധം? എങ്ങാനും അയാൾക്ക് ജിമിനേട്ടന് ഇഷ്ടമാണോ? എന്തായാലും ആയിക്കോട്ടെ, ഇഷ്ടമായിക്കോട്ടെ. പൊട്ട, എന്താടാ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു? എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? എന്ത് പ്രശ്നം ജിമിനേട്ടാ? ഒന്നുമില്ല. ഇനി എത്ര നടക്കണം? എനിക്ക് വയ്യ. ഇതെന്തായാലും അവർ എത്രയും പെട്ടെന്ന് അറിയിക്കും, അല്ലെങ്കിൽ ശരിയാവില്ല. അയ്യോ, എനിക്കിനി വയ്യ നടക്കാൻ. അല്ല, ഈ പാർക്കാര് 2 കിലോമീറ്റർ ബാക്കി കൊണ്ടുവച്ച്. അല്ല, 2 കിലോമീറ്റർ ഒന്നുമല്ല, ഞാൻ നടക്കണതിൻ്റെ പ്രശ്നമാണെങ്കിലും നടന്നിട്ട് തീരണില്ലേ. എങ്ങോട്ടടി പൂച്ചേ പോണേ? നിക്കവിടെ. എൻ്റെ മാതാവേ, ഇതെന്തോന്നു ചൈന വന്മതിലോ? ചൈന വന്മതിൽ എൻ്റെ കോട്ടൻ രാഹുൽ. ഇത് ഞാനാണ് കൊച്ചേ. എൻ്റെ കോട്ടനെ വല്ലതും പറഞ്ഞാണല്ലോ, ആ 2 മൊത്തങ്ങ കൊണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അല്ല, മത്തങ്ങക്കണല്ല, ആ ചിരിച്ചുള്ളിക്ക് വേണം ഞാൻ കുത്തിപ്പൊട്ടിക്കും. അല്ല വരാതി നിങ്ങളെ എന്തേലും ഈ സമയത്താണല്ലോ കിട്ടി. ഞാൻ കുറച്ച് ബിസി ഇരുന്ന് നിങ്ങളെവിടേക്കും തപ്പി. അല്ലേ നിങ്ങളിങ്ങനെ ആവശ്യ സമയത്ത് വരില്ല. ഇങ്ങനെയൊക്കെ ഓരോന്ന് മനുഷ്യന്മാരെ കണ്ടിട്ട് തിരക്കിട്ട് പോകുമ്പോഴേ വരത്തുള്ളൂ. എന്തോന്ന് മോളെ, ചേട്ടനൊന്ന് റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ പറയല്ലേ. ഇതായിരുന്നു നിങ്ങളുടെ റൊമാൻറ്റിക്. ഇതിനും ഭേദൻ്റെ ഫോട്ടോ ഞെരുന്ന് മോനെ അദ്വൈതേ. Sometimes you make me feel crazy. Sometimes I swear I think you hate me like that. I need to walk, I need to walk, I need to get out of here. 'Cause I need to know you, 'cause you're not the girl
ഇത് പബ്ലിക്കായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒന്ന് റൊമാൻറ്റിക് കളിച്ചാൽ നിങ്ങൾ മുട്ടുകാൽ ഞാൻ തട്ടി ഓടിക്കും. ഓ പിന്നെ ഒരു പിന്നുമില്ല ഒരു മുന്നുമില്ല, ഓടിക്കും തന്നെ ഓടിക്കും. ഇവിടെ 2 കാലം ഓടിക്കും ഞാൻ. ഓഹോ, എന്നാ മോളസൊന്ന് ഓടിച്ച് ഞാൻ ഒന്ന് കാണട്ടെ ഓടിക്കണത്. ഷിങ്ങരെ കൊണ്ട് എൻ്റെ പൊന്നു മോനെ അങ്ങനെ നീങ്ങിക്ക്. അല്ല അപ്പം നിങ്ങളെന്താ ഈ ചൂട് ടൈമിൽ വരാണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പാതിരാത്രി വന്നത്? എന്ത് ചെയ്യാനാ മോളസി, അവ സമ്മതിച്ചില്ല. പുലർച്ചെ ചെയ്തുകൊണ്ട് അവ സമ്മതിച്ചില്ല. ലാസ്റ്റ് എങ്ങനെയോ അച്ഛൻ്റെ കയ്യും കാലം പിടിച്ച് അച്ഛനെ കൊണ്ടുവന്നാക്കി തന്നു. അച്ഛനെ എല്ലായിരുന്നല്ലോ. ഇനി പോകുമ്പോഴേൽ അടിച്ചു പൊളിച്ചു പോകണം. അതാരടാ സമ്മതിക്കാണ്ടിരുന്ന ഒരു വ്യക്തി? വേറെ ആരും. എൻ്റെ മനസ്സിൽ ഓനൊരാഗ്രഹം പുലർച്ചയോട് ഓടി പൊതിച്ച് കിടന്നുറങ്ങാൻ. ഉറങ്ങി എണീറ്റപ്പോഴാണ് ഞാൻ ടൂറിൻ്റെ കാര്യം ആലോചിച്ച് പോയത്. ലാസ്റ്റ് ഞാൻ ടീച്ചറോട് പറഞ്ഞു ഉണ്ടായ കാര്യങ്ങളൊക്കെ. അപ്പോൾ ടീച്ചർ ലാസ്റ്റ് എന്നാൽ ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം പേരൻസിനോട് പറഞ്ഞോളാം പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ലാസ്റ്റ് ഇങ്ങനെയൊക്കെയോ സമ്മതിച്ച്. അങ്ങനെ ടീച്ചർ ലൊക്കേഷൻ അയച്ച് ഞാനിവിടെ വരുത്തി. ഇങ്ങനൊരു കുംഭകർണൻ, ഇങ്ങനെ വല്ല കുംഭകർണൻ ജനിച്ചതാണോ മനുഷ്യ? അങ്ങയുടെ ഉറക്കാത്ത ഉറക്കം. ഐശ്വരി എന്തോന്ന് ഐശ്വരി? ഇവിടെ വല്ലാണ്ട് കിണിക്കല്ല മനുഷ്യ. അല്ല എൻ്റെ കോട്ടനവിടെ? ആ നാട്ടുമാക്കൻ എവിടെയെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങേറെ റൂമിൽ കാണും. അല്ല എന്തേ? കോട്ടൻ മാറിയപ്പോൾ കാട്ടുമാക്കാനായ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഞാൻ രാഹുലിൻ്റെ റൂമിലാണ്. കൂടെ നിഹാലുണ്ട്. അതാ അവരെ പുറത്തോട്ടില്ല. അതാ. ഓ അങ്ങനെ. അല്ല ഇക്ക പുറത്തുണ്ടോ? ഞാൻ കണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിഹാലിനെ പോയി കാണാം. അപ്പോൾ ബൈ. മനുഷ്യ ആൾക്കാരുണ്ട്. ആൾക്കാരോട് പോയി പണി നോക്കാൻ പറ. അപ്പോൾ ബൈ, നമുക്ക് കാണാം. മനുഷ്യന് നാണവും മാനവില്ലല്ലോ. അയ്യോ അത് ഞാൻ മറന്നല്ലോ. വേഗം പോയി പറയട്ടെ. ജമൻസ് ആ കാറല്ലേ എന്റെ തലങ്ങൾക്കും തുടങ്ങിയ ഇതെന്താ ഇവിടെ മോനെ കുട്ടാ?